2014 BJP അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രധാന എതിരാളി കോൺഗ്രസ് ആയിരുന്നു. കഴിഞ്ഞ 10 വർഷവും നിരന്തരം പോരാട്ടങ്ങൾക്കൊടുവിൽ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു പല സംസ്ഥാനത്തും. പക്ഷേ അപ്പോഴും പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ കരുത്തിന് മുമ്പിൽ BJPക്ക് പതറേണ്ടി വന്നു. ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവ്, ബീഹാറിലെ നിതീഷ് കുമാറും ലല്ലു പ്രസാദ് യാദവും, മഹാരാഷ്ട്രയിലെ ശരത് പവാർ. പിന്നീട് ഇവരെ എങ്ങനെ ഒതുക്കാമെന്നായി അവരുടെ ചിന്ത. അഖിലേഷ് യാദവിനെ 2017-ലും 2022-ലും തകർത്തെറിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു ഉയർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിരിച്ചുവരവ് 2024-ലെ തിരഞ്ഞെടുപ്പിൽ കണ്ടു. BJPക്ക് അവിടെ സീറ്റ് കുറഞ്ഞു, സമാജ്വാദി പാർട്ടിക്ക് സീറ്റ് കൂടി. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ സീറ്റുകളുടെ വ്യത്യാസത്തിൽ അഖിലേഷ് യാദവിനെ തകർക്കാൻ കഴിഞ്ഞു. 9-ൽ 7 നേടി. അതായത് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയിലെ സീറ്റുകൾ കൂടി പിടിച്ചെടുത്തുകൊണ്ട് BJP അവിടെ അവരുടെ അടിത്തറ ശക്തിപ്പെടുത്തി. മഹാരാഷ്ട്രയിലാവട്ടെ, മഹാരാഷ്ട്ര രാഷ്ട്രീയം മാത്രമല്ല ദേശീയ രാഷ്ട്രീയം പോലും നിയന്ത്രിച്ചിരുന്ന ശരത് പവാർ എന്ന അതികായൻ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു. ഇനി BJPയുടെയും സംഘപരിവാറിന് മുമ്പിലുള്ള ഒരേ ഒരു പ്രതിയോഗി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അവരുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസുമാണ്. ഇനി അവരെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് പരിവാറിനുള്ളത്, പരിവാർ സംഘടനകൾക്കുള്ളത്. വങ്കനാട്ടിൽ കടന്നു കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് പ്രതിപക്ഷത്തേക്ക് എത്തി നിൽക്കുന്ന BJPക്ക് ഇനി അതിനുള്ള പ്രയാണമാകണം. ഒഡീഷയിലെ ബിജു ജനതാദൾ ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അതായത് BJPക്ക് വെല്ലുവിളി ഉയർത്തിയിരുന്ന കോൺഗ്രസ് ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. പ്രാദേശിക കരുത്തിൽ മുന്നിട്ട് നിന്ന പാർട്ടികളെല്ലാം ശിഥിലമാക്കുവാനും പിളർത്തുവാനും ലയിപ്പിക്കുവാനും അവർക്ക് കഴിഞ്ഞു. ഇനി അവരുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഒരേ ഒരു നേതാവ് മാത്രം മമതാ ബാനർജി, ഒരേ ഒരു പാർട്ടി മാത്രം തൃണമൂൽ കോൺഗ്രസ്. അതിനുള്ള ഒരുക്കങ്ങളിലാണ് പാർട്ടിയും പരിവാരങ്ങളും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.